ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെണ്ണിക്കൽ ശിവക്ഷേത്രം, കൂത്തുകുളം, വലപ്പാട്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ UDF അംഗങ്ങളുടെ പ്രതിഷേധ സമരം. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ LDF സർക്കാർ അനുവദിക്കേണ്ടിയിരുന്ന 1.25 കോടി രൂപയുടെ വികസന ഫണ്ട് ലഭ്യമാകാതിരുന്നതിനിടെ മൗനം പാലിച്ചവർ ഇപ്പോൾ രാഷ്ട്രീയ പ്രമേയത്തിന്റെ പേരിൽ പ്രതിഷേധ നാടകം നടത്തുകയാണെന്ന് ആരോപിച്ചാണ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് UDF അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തിയത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന സമരം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. 1.25 കോടി വെച്ച് ഗ്രാമപഞ്ചായത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ലാതിരുന്നത് ആ ഫണ്ടൊക്കെ അയ്യപ്പ സേവാ സംഗമം നടത്തി തട്ടിയെടുത്തു. മോഹൻലാലിൽ ലാൽസലാം എന്ന പരിപാടി വെച്ച് തട്ടിയെടുത്തു. ഇന്ന് പുതിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇവിടെ വിനോദ് പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് പരിപാടി സംഘടിപ്പിച്ച് കൂട്ടിയോട്ടം സംഘടിപ്പിച്ചതിന് 92 ലക്ഷം രൂപയാണ് എഴുതിയിരിക്കുന്നത്. എത്ര ലക്ഷം? 92 ലക്ഷം. ഒരു കൂട്ടയോട്ടം നടത്തിയതിന് ചീഫ് ഗസ്റ്റിന് പോലും പൈസ കൊടുക്കാതെ 92 ലക്ഷം രൂപ എഴുതിയെടുത്തു. മോഹൻലാലിന്റെ പരിപാടിക്ക് എഴുതിയെടുത്തു. അയ്യപ്പ സേവാ സംഗമത്തിന് എഴുതിയെടുത്തു. ഊരാണെങ്കിൽ ഒരു പന്തലിട്ടതിന് മാത്രമായിട്ട് 50 ലക്ഷം രൂപ എഴുതിയെടുത്തു. അങ്ങനെ ഗവൺമെന്റിന് വേണ്ടിയിട്ട്, പിണറായി വിജയന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഗവൺമെന്റിൽ നിന്നും ഫണ്ട് എഴുതിയെടുത്ത ഇവർ ഗ്രാമപഞ്ചായത്തുകൾക്കും കേരളത്തിന്റെ വികസനത്തിന് ഫണ്ട് അനുവദിക്കാതിരിക്കുമ്പോൾ 35 ലക്ഷം തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്തെ കൃത്യമായി ഞങ്ങൾ തുറന്നു കാണിക്കുന്ന ഒരു സംശയം വേണ്ട. ഇവിടെ DYFഐയും SFഐയും അല്ലെങ്കിൽ CPM എന്ന് പറയുന്നത് ആടിനെ പട്ടിയാക്കും, പട്ടിയെ പേപ്പട്ടിയാക്കും, പിന്നീട് മരപ്പട്ടിയാക്കും എന്ന് പറയുന്ന രീതിയിലുള്ള പ്രഹസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ പേരാണ് CPMന്റെ ഭരണസമിതി എന്ന് പറയുന്നത്. പിണറായി വിജയൻ പൈസ അനുവദിക്കാതിരുന്നപ്പോൾ പിണറായി വിജയയുടെ കമ എന്നൊരു അക്ഷരം പറയാതെ, ഒരു കത്തെഴുതാതെ, ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാതെ പിണറായി വിജയന്റെ മുമ്പിൽ പുഞ്ചമടക്കി നിന്നവർ ഇന്ന് VD സതീശന്റെ ഗവൺമെന്റ് വന്നപ്പോഴാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇനി ഞാനൊരു സമരം നടക്കുക. ഭയങ്കര. പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ MU ഉമറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് ഗവൺമെന്റിനെ അറിയിക്കുന്നതിന് നമ്മുടെ പഞ്ചായത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും വികസനത്തിന്റെ മുരടിപ്പുമെല്ലാം അറിയിച്ചുകൊണ്ട് ആ 1.25 കോടി 3-ാം ഗഡു നേടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു ഭരണസമിതിയും ഒരു പഞ്ചായത്ത് പ്രസിഡന്റുമാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ PK ഹംസ, ഷാജി കണ്ണങ്കിലകത്ത്, PS ഷാജഹാൻ, മുഹമ്മദ് നബീൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, നേതാക്കളായ PD സജീവ്, TK പ്രകാശൻ, AB മുഹമ്മദ് ഹാജി, KK രാജേന്ദ്രൻ, PP സലീം, മൻസൂർ സിറാജ് നഗർ, TN നസീർ, പ്രേമൻ, രാമകൃഷ്ണൻ മണക്കാട്ടുപടി എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം.